നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീണ്ടും ആവർത്തിച്ച് പറയാൻ പോകുന്നത് കാനഡയിലെ പ്രതിസന്ധികളെക്കുറിച്ചാണ്. വിദേശ വിദ്യാർത്ഥികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചും സർക്കാരുടെ പുതിയ നിയമങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. വിദേശ തൊഴിലാളികളുടെ വരവും സ്ഥിരതാമസക്കാരുടെ എണ്ണവും കുറയ്ക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് കനേഡിയൻ ഗവൺമെന്റ്. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിവേഗം കുതിച്ചുയരുന്നതും തദ്ദേശീയരുടെ ഇടയിൽ അതൃപ്തി പുകയുന്നതുമാണ് കുടിയേറ്റ നിയന്ത്രണം തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. കാനഡയിലേക്ക് കുടിയേറാൻ ഒരുങ്ങുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് ബാധകമാണ്. കാനഡയിൽ പൗരന്മാർ ജോലി കണ്ടെത്താൻ വിഷമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശ തൊഴിലാളികളുടെ വരവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമെന്നാണ് ട്രൂഡോ വ്യക്തമാക്കുന്നത്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്ക് പ്രകാരം കാനഡയിൽ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ വർധനയുടെ 97% കുടിയേറ്റം മൂലമാണെന്നാണ് അറിയപ്പെടുന്നത്. തൊഴിലില്ലായ്മ ഉയരുന്ന സാഹചര്യവും കാനഡയിൽ ഇപ്പോൾ നിലവിലുണ്ട്. കുടിയേറ്റ അനുകൂല നയമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ സർക്കാർ ഇതുവരെ തുടർന്നതെങ്കിലും എന്നാൽ ഭവന ലഭ്യത കുറഞ്ഞതിനൊപ്പം തൊഴിലില്ലായ്മ കൂടി ഉയർന്നതോടെയാണ് നയമാറ്റം ട്രൂഡോ നിർബന്ധമായിരിക്കുന്നത്. കാനഡയിൽ കഴിഞ്ഞ 2 മാസത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6.4% ആണ്. കാനഡയിൽ 14 ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ രഹിതരാണെന്ന് റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു. രാജ്യത്തെ തൊഴിൽ നിയമം അനുസരിച്ച് യോഗ്യതയുള്ള കനേഡിയൻ പൗരന്മാരുടെ ലഭ്യത കുറവുണ്ടെങ്കിൽ വിദേശീയരെ കൊണ്ടുവരുന്നതിൽ തടസ്സമില്ല. താൽക്കാലിക തൊഴിലാളികളായി മുമ്പ് മൊത്തം തൊഴിലാളികളുടെയും 20% വരെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. എന്നാൽ പുതിയ മാറ്റം മൂലം ഇത് 10% കുറയും. 2023 1,83,820 വിദേശ തൊഴിലാളികൾക്കാണ് കാനഡ വർക്ക് പെർമിറ്റ് നൽകിയിരിക്കുന്നത്. 2019 88% കൂടുതലാണ് ഈ 2023 കൊടുത്തിരിക്കുന്നത്. വിദേശ തൊഴിലാളികളുടെ വരവിൽ നയം മാറുന്നതോടെ പല മേഖലകളിലും പെർമിറ്റ് നിഷേധിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നു. ആരോഗ്യം, കൃഷി, നിർമ്മാണ മേഖല അടക്കമുള്ള രംഗങ്ങളിൽ നിയന്ത്രണം ബാധകമല്ല. തൊഴിലില്ലായ്മ നിരക്ക് 6% കൂടുതലുള്ള മേഖലകളിലും വിദേശ തൊഴിലാളികൾക്കായി തുറന്നു കൊടുക്കില്ല. സെപ്റ്റംബർ 26 മുതൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. കാനഡയിലും വീണ്ടും വിദേശ പൗരന്മാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും എത്രയും പെട്ടെന്ന് കാനഡയിൽ പോകുന്നവർ എത്രയും പെട്ടെന്ന് പോയി അവരുടെ പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് പോകണമെന്ന് അറിയിക്കുന്നു. ഇനി സെപ്റ്റംബറിന് ശേഷം നിയമങ്ങൾ പലതും മാറ്റം വരുന്നതോടെ കാനഡയിലേക്കുള്ള സ്വപ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് പൊഴിയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുകയും എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുവാനുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ ഞാൻ എൻ്റെ സ്റ്റൈലും മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.